എന്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് പാളിപ്പോയ ഒരു അടിപൊളി റെസിപ്പിയുടെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇറ്റ്സ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു അടിപൊളി ഹൽവയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നാട്ടിൽ പോയിട്ട് എനിക്ക് ബാക്കിയായിട്ട് കിട്ടിയത് ഈ ചെറിയൊരു ശർക്കരയാണ്, പിന്നെ അതേ കോൺഫ്ലവറും. പിന്നെ എന്ത് ഉണ്ടാക്കേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു വീഡിയോ കണ്ടൊരു ഓർമ്മ കിട്ടിയത്. എങ്കിൽ പിന്നെ അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഒരു അരക്കപ്പ് കോൺഫ്ലവറും അതുപോലെ തന്നെ നമ്മുടെ അരക്കപ്പ് വെള്ളത്തിൽ നമ്മുടെ ഈ ശർക്കരയും നമുക്കൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതേസമയം തന്നെ അരക്കപ്പ് കോൺഫ്ലവറിലോട്ട് ഒരു കപ്പ് വെള്ളം വീഴ്ത്തി നല്ല രീതിക്ക് നമുക്ക് കട്ടയില്ലാതെ അലിയിച്ചെടുക്കാം. പിന്നെ ഒളിച്ച് കണ്ടേ അതാണ് നമ്മുടെ കാഷ്യൂനട്ട്. ഇതിന് നിങ്ങൾക്ക് ഇതല്ല വേറെ എന്ത് വേണമെങ്കിലും ഇതിൽ ഉപയോഗിക്കാം കേട്ടോ. അതിൽ നിന്ന് ഒരു മൂന്നാലെണ്ണത്തിനടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് വേറൊന്നിനുമല്ല, നമുക്ക് അവസാനം ആകുമ്പോൾ ഡെക്കറേഷൻ വേണമല്ലോ, ഡെക്കറേഷൻ മുഖ്യം മികലെ എന്നാണല്ലോ. അപ്പൊ ബാക്കിയെല്ലാം ഞാൻ ചിഹ്നം അടിപൊളിയായിട്ട് കുറുകുണാന്നതേ ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തും നമുക്ക് ഇത് കിട്ടാൻ വേണം, എല്ലാവർക്കും ഇതിന്റെ പീസസ് കിട്ടാൻ വേണം. നിങ്ങളുടെ കയ്യിൽ ഇനി ബദാം ഉണ്ടെങ്കിൽ അത് ചേർക്കാം, കപ്പലണ്ടി ഉണ്ടെങ്കിൽ അതും ചെയ്യാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അങ്ങനെ നോക്കാമല്ലോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള വറുത്ത എള്ളാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വറുത്ത എള്ളില്ലെങ്കിൽ ഒന്ന് വറുത്താൽ മതി, അപ്പൊ പിന്നെ വറുത്ത എള്ള് കിട്ടുമല്ലോ. അപ്പൊ ഇതിലോട്ട് ബാക്കിയെല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതേ കോൺഫ്ലവർ കലക്കിയിട്ടുണ്ട്, ശർക്കര റെഡി ആയിട്ടുണ്ട്, അണ്ടിപ്പരിപ്പും എല്ലാം റെഡി ആയിട്ട്. ഇനി പ്രധാനപ്പെട്ട സാധനം നെയ്യ്. ഇതെല്ലാം റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് റെഡിയാക്കാൻ തുടങ്ങാം. എനിക്ക് ഇനി പാളിപ്പോയ ഒരു സ്ഥലം നിങ്ങൾക്ക് ഞാൻ ഡയറക്റ്റ് തന്നെ കാണിച്ചു തരാം. നല്ല ചൂടായ പാനിലോട്ട് ഒടുക്കത്തെ ഒരു ധൃതി കാരണം ഞാൻ അങ്ങ് എടുത്ത് വീഴ്ത്തിയിട്ടുണ്ട്. ഇതിന്റെ ഒരു ആവശ്യവും ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ അതങ്ങ് ഇതായിപ്പോയി. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടെ വീഴ്ത്തിയിട്ട് നല്ല രീതിക്ക് ഇവനെ ഒന്ന് വേവിച്ചെടുത്തു. കാരണം ഇത് ശരിക്കും ഇങ്ങനെ വേണ്ടിയിരുന്നില്ല. ഒന്നില്ലെങ്കിൽ ശർക്കരയും ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് വീഴ്ത്തിയാൽ മതിയായിരുന്നു. ഞാൻ എന്നാ തോറ്റു കൊടുക്കും. തളരില്ല അമ്മാവാ, ഞാൻ തളരില്ല. ഞാൻ നേരെ ശർക്കര പാനി എടുത്ത് വീഴ്ത്തി കൈ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഇവന്മാരെ അങ്ങ് ഉടയ്ക്കാനായിട്ട് തുടങ്ങി കേട്ടോ. കൈ കൊണ്ട് ഏതാണ്ട് ഒരു 5 മിനിറ്റിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കേണ്ട സാധനം, ഉണ്ടാക്കി കഴിയേണ്ട സാധനം ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല രീതിക്ക് ഞാൻ തവി വെച്ച് തന്നെ ഉടച്ചു. പിന്നീടാണ് ഞാൻ ആലോചിച്ചത് ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? മിക്സി എടുത്ത് 2 കറക്കം കറങ്ങിയാൽ റെഡി ആവുമായിരുന്നു. പിന്നെ ഞാൻ ഓർത്തില്ല. പിന്നെ നല്ല രീതിക്ക് ഇളക്കി പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവായപ്പോഴത്തേക്കും 2 ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും നമ്മുടെ എള്ളുണ്ടല്ലോ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തപ്പോൾ നോക്കിക്കേ എന്റെ പൊന്നെ എന്തു ഭംഗിയായിരുന്നു അറിയും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് ഇത് ഇങ്ങനെ വാക്കി വരണം. നമ്മുടെ ആ പാനിൽ നിന്ന് ഇതങ്ങ് വിട്ടു പോരണം ആ രീതിക്ക്. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സ്പാച്ചുല എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുമ്പോൾ അത് കാണാം. അപ്പൊ ഈ ഒരു പരുവം തന്നെ ധാരാളമാണ്. ഞാനിപ്പോൾ ഇതിലെടുക്കുന്നത്, എനിക്ക് എൻ്റെ കയ്യിൽ ഈ ഒരു ഗ്ലാസ് ബൗൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിലോട്ട് ഒരു അല്പം നെയ്യും കൂടെ ഒന്ന് തടയും. ആദ്യം ഞാനൊന്ന് ഷോ കാണിക്കാൻ വേണ്ടി സ്പൂണിൽ തടയും. പറ്റൂല, നമ്മൾ ലോക്കൽ അല്ലേ, എല്ലായിടവും പറ്റുന്ന രീതി, എല്ലായിടവും എത്തുന്ന രീതിക്ക് നമ്മളത് അതിലോട്ട് നെയ്യ് ഒന്ന് തടവി നല്ല രീതിക്ക് ഇതേ രീതിക്ക് ഒന്ന്, എന്നിട്ട് വീട്ടിൽ കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ മെയിൻ ആയിട്ടുള്ള സംഭവം നമ്മൾ മാറ്റി വെച്ചില്ല ഒരു 5-6 അണ്ടിപ്പരിപ്പ്, അതെല്ലാം കൂടെ ഒരു സ്പൂണിട്ട് നല്ല രീതിക്ക് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ എനിക്കൊരു പറ്റിയ അബദ്ധം, ഇതിൽ നിന്ന് ഞാൻ അടുത്ത ദിവസത്തേക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ലൈവ് എടുക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ലൈവിൽ വെച്ച് തന്നെ എൻ്റെ പിള്ളേർ ഇത് കട്ട് ചെയ്ത് കഴിച്ചു. അതുകൊണ്ട് ഇതിന്റെ ബാക്കി വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. ക്ഷമിക്കണം, മാമിയോടൊന്നും തോന്നല്ലേ.